ഇന്ന് കുറച്ച് വെണ്ടക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വറവ് ഉണ്ടാക്കാമെന്ന്. വറവ് എന്ന് വെച്ചാൽ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരൻ ഇങ്ങനെയൊക്കെ പറയില്ല. അതാണ് നമ്മുടെ നാട്ടിൽ വറവെന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമായിരുന്നു ഈ ഒരു വെണ്ടയ്ക്ക. കാരണം ഇത് താള് പോലെ ഇരിക്കും, നമ്മൾ കഴിക്കുമ്പോൾ ഞൊറഞ്ഞൊറാ പോലെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. ഈ ഇടയ്ക്ക് എനിക്ക് പനി വന്നിപ്പോൾ വായിക്ക് ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒന്നും കഴിക്കുന്നുണ്ടായില്ല. ആ ടൈമിലാണ് ഈ ഒരു വെണ്ടക്ക വറവും കഞ്ഞിയും കൂട്ടി ഞാൻ കഴിച്ചത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എത്രയോ ദിവസം കഴിക്കാത്ത ഒരു ഇതുണ്ടല്ലോ, അതെനിക്ക് അപ്പോഴാണ് കിട്ടിയത്. നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ ശേഷം എനിക്ക് വെണ്ടയ്ക്കയോട് കൂടുതൽ താല്പര്യം തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് അമ്മ കടലക്കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ വറവ് കറികളൊക്കെ ഇങ്ങനെ കളർഫുള്ളായിട്ട് കാണണം. അതുകൊണ്ട് ഞാൻ കുറച്ചധികം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ വെണ്ടയ്ക്ക വറവ് റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കണ്ണനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ണനെ കുളിപ്പിച്ചിട്ട് ആളെ ഞാൻ ഡ്രസ്സ് ഇട്ടിരിക്കാം കേട്ടോ. ഡ്രസ്സ് ഇടുമ്പോൾ ഇപ്പം മര്യാദ രാമനാണ്, പക്ഷേ ഇങ്ങനെയൊന്നല്ല കേട്ടോ ആൾ. ഞാനിപ്പോൾ ഫോൺ അവിടെ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ആളിങ്ങനെ ഡീസൻ്റ് ആയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ചടപട നമ്മൾ വിചാരിക്കും നമ്മളെ പിള്ളേരെ നല്ല രീതിയിൽ റെഡിയാക്കണം, പക്ഷെ ഒന്നും പറ്റില്ല. ഈ ഉമ്മയൊക്കെ ഞാൻ ചോദിച്ച് വാങ്ങിയതാട്ടോ, ഇല്ലെങ്കിൽ അടുക്ക് തരാറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അടിച്ച് വാരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ച് വാരിയതിന് ശേഷം ഞാൻ കണ്ണന് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് അച്ഛൻ ചിക്കൻ പൊരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായി, അതും ചോറും കൂട്ടി കൊടുത്തു.